മീഡിയക്കാർ പ്രൊമോട്ട് ചെയ്യണം. നന്നായിട്ട് ഓടേണ്ട പടമാണ്. ആ ഡയറക്ടറിൽ സത്യന്തിക്കാണ്ട് കാണും. പഴയ ഒരു 80s ബേസ് ആ ടൈപ്പ് ഫിലിം പോലെയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണും. ഇങ്ങനത്തെ സിനിമകൾ എൻകറേജ് ചെയ്യാം. പുലിമൂറിനെ ഇറങ്ങിയപ്പോൾ എങ്ങനെ കഷ്ടപ്പെട്ട് 2 വർഷം കൂടി അതേപടി ഇത് ഓർഡർ ഒരുപാട് ശേഷം നന്മയുള്ള ഹൃദയസ്പർശി സിനിമ കാണാൻ പറ്റി. നമ്മൾ 80s കാണുപോലെ ഷൈജു കുറുക്കൻ കണ്ട ഒരു പഴയ ലാലേട്ടൻ്റെ ഒരു അംശമൊക്കെ കണ്ടു. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, വീഡിയോ പ്രൊമോട്ട് ചെയ്യുക. ഇങ്ങനത്തെ പടങ്ങൾ ഓടണം. ഇപ്പോൾ 80s ഇറങ്ങിയപ്പോൾ ഇത് ഓടായിക്കില്ല. കാരണം പുലിമൂറിനെ ഇറങ്ങിയപ്പോൾ കഷ്ടപ്പെടുന്ന 2 വർഷം ഓടിയത്. അതേപോലെ ഈ പടം ഓടട്ടെ, വീഡിയോ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. നല്ല പടമാണ്. ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ജീവിതത്തിൽ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടമായി പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഈ ഫാമിലി ഞാൻ മര്യാദ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇങ്ങോട്ട് ഇറങ്ങിയത്. അവർ ഞാൻ തരയില്ല. അടിപൊളി, നല്ല ഫീൽ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. ഹാപ്പി, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. സോ ഹാപ്പി. ഫസ്റ്റ് മൂവിയാണ്. നല്ല ഫീൽ ഉണ്ടായിരുന്നു. കോമഡി ആയാലും ഒരുപാട് ചിരിച്ചു. അതുപോലെ ലാസ്റ്റിൽ ഫീൽ ചെയ്ത് കരയാനുള്ള എല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. അതെ അതെ. സോ ഹാപ്പി. ചെറുതായിട്ട് നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. വളരെ ഫീൽ ഉണ്ടായിരുന്നു. വളരെ വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ അവസാനമായപ്പോൾ ഇനി കരിഞ്ഞു അവസാനം എന്തായാലും ഇഷ്ടപ്പെടും. ആവറേജോളായതാണ്. നല്ല റെസ്പോൺസ് ആയിരുന്നു തിയേറ്ററിൻ്റെ ഉള്ളിൽ. ഇനിയിപ്പം നോക്കാം, നമുക്ക് മൗത്ത് പബ്ലിസിറ്റി വഴി ഇനി ബാക്കി ആൾക്കാരൊക്കെ ഇത് മൾട്ടിപ്ലൈ ആവുമോ. ഇപ്പം നമ്മൾ ഈ ഷോയിന് അത്യാവശ്യം ഹൗസ്ഫുള്ളായിരുന്നു. അപ്പോൾ നമ്മൾ തന്നെ സുഹൃത്തുക്കൾ കുറേ പേരുണ്ട്. ഇനി ഇത് മൾട്ടിപ്ലൈ ആവണമല്ലോ, വേറെ സ്ഥലത്തൊക്കെ ഇത് ആൾക്കാർ കയറണം. അപ്പം പ്രതീക്ഷയുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. പടം ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ സൈജേട്ടനൊക്കെ ഇത്ര അധികം ഒത്തിരി ഞാൻ ഇപ്പോഴും ഇമോഷനിൽ തന്നെ നിൽക്കുകയാണ്. എനിക്ക് മുഴുവൻ പറയാൻ പറ്റുന്നില്ല. മ്യൂസിക് ആണെങ്കിലും ശ്രീഹരിയൊക്കെ വേറെ ലെവലാണ് ചെയ്തേക്കണേ. എല്ലാം എൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടാണ് ആന അമ്മു. അവൾക്ക് ഇതുപോലൊരു ഐ എം സോ ഹാപ്പി ഫോർ ഹർ. നല്ല അതെ അതെ, തീർച്ചയായിട്ടും അത് കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. അതാണ് ഞാനിപ്പോഴും എനിക്ക് സൗണ്ട് വരയ്ക്കുന്ന എനിക്ക് അതായത് നമ്മളുടെ ഉള്ളിൽ എപ്പോഴൊക്കെയോ ഉള്ള ഒരു പ്രണയം അല്ലെങ്കിൽ എന്താ അതിനൊക്കെ ഇങ്ങനെ എന്താ പറയുക, അതെ തീർച്ചയായിട്ടും അത് സൈജാറിൻ്റെ ഉള്ളിലുള്ള വിങ്ങൽ എന്താണെന്നുള്ള അഭിലാഷിൻ്റെ അത് എല്ലാവർക്കും കിട്ടും. അത്ര മനോഹരം അഭിലാഷം. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം. താങ്ക് യു. പുള്ളിക്കാരൻ്റെ ഫേസിൽ ഓൾറെഡി ഉള്ളതാണല്ലോ, അത് കാണാൻ പറ്റി. നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ ഇരുത്തും നമ്മളെ പ്രേക്ഷകരെ ഇരുത്തും. പിന്നെ അതിൻ്റെ മേക്കിങ് അതിൽ ചെറിയൊരു ഭാഗമാകാൻ എനിക്കും കഴിഞ്ഞിട്ടുണ്ട്. അതിന് നല്ലൊരു സിനിമയാണ്, എല്ലാവർക്കും കണ്ടിരിക്കാൻ പറ്റും. ഫാമിലിയായിട്ട് വരാൻ പറ്റിയൊരു സിനിമ തന്നെയാണ്. അതെ 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 സഹിച്ചേണ്ട ആ ഒരു ഫീലിങ്സ് നമുക്ക് അത് പ്രണയം മനസ്സിലുള്ളവർക്ക് അത് ഫീൽ ചെയ്യും. ഓക്കെ, ഫാമിലിയായിട്ട് തന്നെ വന്ന് കാണാൻ പറ്റിയൊരു സിനിമ തന്നെയാണ്. എല്ലാവർക്കും കാണാൻ പറ്റിയൊരു സിനിമ തന്നെയാണ്. അത് നമുക്ക് സൈചേട്ടൻ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പം തന്നെ എന്താ പറയുക, സൈചേട്ടൻ്റെ ലുക്ക്, സൈചേട്ടൻ്റെ ആക്ടിങ് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു സൈചേട്ടനാണല്ലോ നമ്മൾ ഇതിനകത്ത് കണ്ടേക്കുന്നത്. അപ്പം ഞാനതിൻ്റെ ഷൂട്ടിൻ്റെ സമയത്ത് തന്നെ സൈചേട്ടൻ്റെ ക്ലൈമാക്സ് സീൻ കണ്ടിട്ട് ഞാൻ സൈചേട്ടനോട് ചോദിച്ചിട്ടുണ്ട്, സൈചേട്ടാ ഞാൻ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന്. ഞാൻ അതിൻ്റെ ക്ലൈമാക്സ് ഇതിൻ്റെ ഇതും സൈചേട്ടൻ്റെ പെർഫോമൻസൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതാണല്ലോ അതിൻ്റെ ആ പടത്തിൻ്റെ ഇത്. നമ്മളുടെ ഒരു ഫാമിലി ഇമോഷണൽ ലവ്